class we will discuss about the differentiation of parametric equations. Sometimes both variables x and y are expressed as a function of a third variable t or some other variable usually called parameter. അപ്പോൾ ആ വേരിയബിളിനെ നമ്മൾ പാരാമീറ്റർ എന്ന് പറയും. എക്സും വൈയും രണ്ട് ഫങ്ഷൻസ് ആണ് എന്ന് പറഞ്ഞാൽ എക്സ് എന്ന് പറയുന്നത് ഇൻഡിപെൻഡൻറ്റ് വേരിയബിളും വൈ എന്ന് പറയുന്നത് ഡിപ്പെൻഡൻറ്റ് വേരിയബിളാണ്. അപ്പോൾ ഈ എക്സിനെയും വൈനെയും നമ്മൾ വേറൊരു തേർഡ് വേരിയബിളിൻ്റെ ഫങ്ഷനായിട്ട് എഴുതും. അപ്പോൾ അതിന് ആ തേർഡ് വേരിയബിളിനെയാണ് നമ്മൾ പാരാമീറ്റർ എന്ന് പറയുക. അപ്പോൾ ലെറ്റ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് ടി ആൻഡ് വൈ ഈക്വൽ ടു ജി ഓഫ് ടി വെർ ടി ഈസ് എ പാരാമീറ്റർ. അപ്പോൾ എക്സ് എഫ് ഓഫ് ടി ആയിട്ടും വൈ ജി ഓഫ് ടി ആയിട്ട് എഴുതി. ടി എന്ന് പറയുന്നത് പാരാമീറ്ററാണ്. അപ്പോൾ സിൻസ് എക്സ് ആൻഡ് വൈ ആർ ഫങ്ഷൻസ് ഓഫ് ടി, we can plot the points ordered by x, y for various values of t. As t varies, the point ordered by x, y will move along a curve. The curve is called parametric curve. അപ്പോൾ നമ്മൾ എക്സിനെയും വൈനെയും ഫങ്ഷൻസ് ഓഫ് ടി ആയിട്ട് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്തു. ഇനി നമ്മൾ ഓർഡേഡ് പെയർ എക്സിൻ്റെയും വൈൻ്റെയും ആ പോയിൻറ്റ്സിൻ്റെ കളക്ഷൻ്റെ ഗ്രാഫ് വരയ്ക്കുകയാണ്. ഗ്രാഫ് വരയ്ക്കുമ്പോൾ നമുക്ക് ഒരു കേവായിട്ട് കിട്ടും. ഈ പോയിൻ്റ് മൂവ് ചെയ്യുന്നത് ഒരു കേവിലൂടെ ആയിരിക്കും. അപ്പോൾ ആ കേവിനെയാണ് നമ്മൾ പാരാമെട്രിക് കേവ് എന്ന് പറയുക. നെക്സ്റ്റ് റിമാർക്ക് ഇതാണ്. സപ്പോസ് ദാറ്റ് ദ പാരാമെട്രിക് കേവ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് ടി, വൈ ഈക്വൽ ടു ജി ഓഫ് ടി can be described by an equation y equal to h of x. Then we can differentiate y by the chain rule using Leibniz notation. അപ്പോൾ നമ്മൾ ഇവിടെ എക്സ് എന്ന് പറയുന്നത് എഫ് ഓഫ് ടിയും വൈ എന്ന് പറയുന്നത് ജി ഓഫ് ടി ആണ്. അപ്പോൾ വൈനെ നമ്മൾ വൈ എന്ന് പറഞ്ഞാൽ എക്സിൻ്റെ ഫംഗ്ഷനാണ്. അപ്പോൾ നമ്മൾ വൈനെ എച്ച് ഓഫ് എക്സ് എന്ന് പറഞ്ഞ് റെപ്രസെൻറ്റ് ചെയ്തു. ഇനി നമ്മൾ വൈനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യാനായിട്ട് ആദ്യം നമ്മൾ ലെബനീസ് നൊട്ടേഷൻ വെച്ചിട്ട് വൈ എന്ന് പറയുന്നത് ടീൻ്റെ ഫംഗ്ഷനാണല്ലോ. അപ്പോൾ ഡി വൈ ബൈ ഡി ടി കണ്ടുപിടിക്കുക. ഡി വൈ ബൈ ഡി ടി എന്ന് പറയുന്നത് എങ്ങനെയാണ്? ചെയിൻ റൂൾ വെച്ചിട്ട് വൈ എന്ന് പറയുന്നത് എക്സിൻ്റെ ഫംഗ്ഷനാണ്, അതുപോലെ എക്സ് എന്ന് പറയുന്നത് ടീൻ്റെ ഫംഗ്ഷനാണ്. അപ്പോൾ ഡി വൈ ബൈ ഡി എക്സ് കാണുക ഇൻറ്റു ഡി എക്സ് ബൈ ഡി ടി ചെയ്യുക. അപ്പോൾ അതിൽ നിന്ന് ഡി വൈ ബൈ ഡി എക്സ് എങ്ങനെ കണ്ടുപിടിക്കും? ഡി വൈ ബൈ ഡി ടി ഡിവൈഡഡ് ബൈ ഡി എക്സ് ബൈ ഡി ടി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? ഡി വൈ ബൈ ഡി എക്സ് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. അതുപോലെ നമുക്ക് സ്ലോപ്പ് എന്ന് പറയുന്നത് എന്താണ്? Slope of the tangent to the parametric curve. Hence, slope of the tangent to the parametric curve x equal to f of t and y equal to g of t is dy by dx ആണ്. അപ്പോൾ dy by dx കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമ്മൾ കണ്ടു. dy by dt divided by dx by dt which is equal to dy by dt എന്ന് പറഞ്ഞാൽ g dash of t ആണ്. dx by dt എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ f dash of t ആണ്. അപ്പോൾ ഈ ലിമിറ്റ് ഇത് ഈ ഡെറിവേറ്റീവ് എക്സിസ്റ്റ് ചെയ്യണമെങ്കിൽ എഫ് ഡാഷ് ഓഫ് ടി എന്താവണം? നോട്ട് ഈക്വൽ ടു 0 ആവണം. ദാറ്റ് മീൻസ് ഡി എക്സ് ബൈ ഡി ടി നോട്ട് ഈക്വൽ ടു 0 ആവണം. അപ്പോൾ ഇത് പ്രൊവൈഡഡ് ആണെങ്കിൽ മാത്രം നമുക്ക് ഡി വൈ ബൈ ഡി എക്സ് സ്ലോപ്പ് ഓഫ് ദ ടാൻജൻറ്റ് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ഇനി പ്രോബ്ലംസ് കുറച്ച് ചെയ്ത് നോക്കാം. ക്വസ്റ്റ്യൻ ഇതാണ്. ഇഫ് എക്സ് ഈക്വൽ ടു എ ടി സ്ക്വയർ വൈ ഈക്വൽ ടു 2at, then find dy by dx. അപ്പോൾ ഇവിടെ എക്സ് ഈക്വൽ ടു എ ടി സ്ക്വയർ ആൻഡ് വൈ ഈക്വൽ ടു 2at ആണ്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് dy by dx ആണ്. അപ്പോൾ അത് നമ്മൾ dx by dt കണ്ടുപിടിക്കുക. dx by dt എന്ന് പറയുന്നത് എന്ത് വരും? ഇതിൻ്റെ ഡെറിവേറ്റീവ് d by dt ഓഫ് a t square which is equal to 2at കിട്ടും. അതുപോലെ dy by dt എന്ത് വരും? d by dt ഓഫ് 2at ൻ്റെ ഡെറിവേറ്റീവ് 2a. ഹെൻസ് dy by dx equal to dy by dt ഡിവൈഡഡ് ബൈ ഡി എക്സ് ബൈ ഡി ടി ആണ്. ഡി വൈ ബൈ ഡി ടി എന്ന് പറയുന്നത് എന്താണ്? 2a ആണ്. ഡി എക്സ് ബൈ ഡി ടി എന്ന് പറയുന്നത് 2at. അപ്പം 2aയും 2aയും ക്യാൻസലായി നമുക്ക് എന്ത് കിട്ടും? 1/t. അപ്പോൾ ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ടു 1/t എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടിയേക്കുന്നത്. ഡി വൈ ബൈ ഡി എക്സ് എന്ന് പറയുന്നത് ടീൻ്റെ ഫംഗ്ഷനായിട്ടാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. 1/t.
ടി ആണ് dy by dx. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ഇഫ് എക്സ് ഈക്വൽ ടു എ ടി ക്യൂബ് ആൻഡ് വൈ ഈക്വൽ ടു ബി ടി സ്ക്വയർ ദെൻ ഫൈൻഡ് dy by dx. അപ്പം ഇതിന് മുന്നേ ടെക്സ്റ്റിൽ നിങ്ങൾക്ക് ഒരു പ്രോബ്ലം കൂടി ഉണ്ട്, അതും കൂടെ നിങ്ങൾ ജസ്റ്റ് ചെയ്ത് നോക്കുക. ഇപ്പോൾ 2 പ്രോബ്ലംസ് ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. എല്ലാം സെയിം മോഡൽ തന്നെയാണ്. ഹിയർ എക്സ് ഈക്വൽ ടു എ ടി ക്യൂബ്, അതുപോലെ വൈ ഈക്വൽ ടു ബി ടി സ്ക്വയർ ആണ്. ഡി എക്സ് ബൈ ഡി ടി ആദ്യം കണ്ടുപിടിക്കുക, അതുപോലെ dy by dt കണ്ടുപിടിക്കുക. dx by dt എന്ന് പറയുന്നത് 3at സ്ക്വയർ, dy by dt എന്ന് പറയുന്നത് 2bt. then hence dy by dx equal to dy by dt divided by dx by dt ആണ്. dy by dt എന്ന് പറയുന്നത് 2bt ആണ്, ഡിവൈഡഡ് ബൈ 3at സ്ക്വയർ. നമുക്ക് കട്ട് ചെയ്ത് കളയാൻ പറ്റുന്ന ഏതാ? ഒരു ടി തമ്മിൽ കട്ട് ചെയ്ത് കളയാം. 2b by 3at ആണ് നമ്മുടെ ആൻസർ. അപ്പോൾ ഇത്രയുള്ള ഡയറക്റ്റ് ഡിഫറൻഷ്യേറ്റ് ചെയ്യാനായിട്ട് വളരെ എളുപ്പമാണ്. നമ്മളൊരു പാരാമെട്രിക് റെപ്രസെൻറ്റേഷനിലാണ് നമ്മുടെ വൈനെ എക്സിനെ എഴുതുന്നതെങ്കിൽ നമ്മുടെ ഡെറിവേറ്റീവ് കാണുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെയിൻ റൂളാണ് നമ്മളിവിടെ അപ്ലൈ ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ഷോ ദാറ്റ് ദ പാരാമെട്രിക് ഇക്വേഷൻ എക്സ് ഈക്വൽ ടു എ ടി പ്ലസ് ബി ആൻഡ് വൈ ഈക്വൽ ടു സി ടി പ്ലസ് ഡി ഡിസ്ക്രൈബ് എ സ്ട്രേറ്റ് ലൈൻ. ഇഫ് എ ആൻഡ് സി ആർ നോട്ട് ബോത്ത് സീറോ വാട്ട് ഈസ് ഇറ്റ് സ്ലോപ്പ്? എയും സിയും സീറോ അല്ലെങ്കിൽ ഈ കർവിൻ്റെ സ്ലോപ്പ് എന്താണെന്നാണ് കണ്ടുപിടിക്കാൻ പറ്റുന്നത്. അപ്പോൾ ഈ തന്നിട്ടുള്ള ഇക്വേഷൻ ഒരു സ്ട്രേറ്റ് ലൈനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നതെന്ന് ആദ്യം കണ്ടുപിടിക്കണം. അപ്പോൾ ഗിവൺ പാരാമെട്രിക് ഇക്വേഷൻസ് ആർ x equal to at plus b and y equal to ct plus d. ഇപ്പോൾ ഇത് രണ്ട് ഇക്വേഷൻ 1 2 ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യാം. ഇക്വേഷൻ 1നെ c കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. മൾട്ടിപ്ലൈയിങ് ഇക്വേഷൻ 1 by c and multiplying equation 2 by a and subtracting. We get സബ്ട്രാക്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഇതിനെ സി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, ഇതിനെ എ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ എക്സ് സി മൈനസ് വൈ എ ഈക്വൽ ടു ഇവിടെ എന്ത് കിട്ടും? എ സി ടി പ്ലസ് ബി സി മൈനസ് എ സി ടി പ്ലസ് എ ഡി. അപ്പോൾ എ സി ടി എന്ന് പറയുന്ന രണ്ടിടത്തും കോമൺ ആയിട്ട് അത് രണ്ടും ക്യാൻസലായിപ്പോയി. ഇവിടെ നമുക്ക് ബി സി മൈനസ് എ ഡി എന്ന് കിട്ടും. ബി സി മൈനസ് എ ഡി എന്ന് കിട്ടി. ഇനി ഇത് ഇക്വേഷൻ നമ്പർ 3. ഇവിടെ തന്നിട്ടുള്ള ഇക്വേഷൻ നോക്കിയേ. ഇറ്റ് ഈസ് എ ലീനിയർ ഇക്വേഷൻ ഇൻ എക്സ് ആൻഡ് വൈ and hence it represents a straight line. X into some function constant into x plus constant into y എന്ന് പറഞ്ഞ ഫോമുലാണ്. ഇത് കോൺസ്റ്റൻ്റ് ആണ്. ബി സി എ ഡി ഒക്കെ കോൺസ്റ്റൻ്റ്, എയും ഡിയും ഒക്കെ കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ ഇതൊരു സ്ട്രെയിറ്റ് ലൈൻ്റെ ഇക്വേഷനാണ്. എക്സ് സി മൈനസ് വൈ എ എന്ന് പറയുന്നത് എ എക്സ് പ്ലസ് ബി വൈ ഈക്വൽ ടു 0 എന്ന് പറഞ്ഞ ഫോമിലാണ് അല്ലേ. അപ്പോൾ കോൺസ്റ്റൻറ്റും കൂടെ വന്നതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഇതൊരു സ്ട്രേറ്റ് ലൈൻ്റെ ഇക്വേഷനാണ്, ലീനിയർ ആണ്. എക്സിൻ്റെയും വൈൻ്റെയും പവർ 1 ആയതുകൊണ്ട് തന്നെ അത് ലീനിയർ ഇക്വേഷനാണ് വരുന്നത്. പിന്നെ നമ്മൾ എന്ത് ചെയ്യും? സ്ലോപ്പ് ഓഫ് ദ ലൈൻ കണ്ടുപിടിക്കുക. സ്ലോപ്പ് ഓഫ് ദ ലൈൻ ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ടു ഡി വൈ ബൈ ഡി ടി ഡിവൈഡഡ് ബൈ ഡി എക്സ് ബൈ ഡി ടി. അപ്പോൾ ആദ്യം ഡി വൈ ബൈ ഡി ടി എന്ന് പറയുന്നത് എന്ത് വരും? സി ടി പ്ലസ് ഡി ആണ്. സിയും ഡിയും കോൺസ്റ്റൻ്റ് ആണ്. അതിൻ്റെ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ എന്ത് വരും? സി വരും. അതുപോലെ ഡി എക്സ് ബൈ ഡി ടി എന്ന് പറയുന്നത് ഇവിടെയും എയും ബിയും കോൺസ്റ്റൻ്റ് ആണ്, അത് എ വരും. സി ബൈ എ ആണ് നമ്മുടെ
സ്ലോപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ സ്ലോപ്പ് ഓഫ് ദ ലൈൻ ഈസ് c/a. The above slope can also be obtained by writing the equation to the line given by equation 3. അല്ലേ, ഇക്വേഷൻ 3യിൽ നിന്ന് നമുക്ക് കണ്ടുപിടിക്കുകയും ചെയ്യാം. dy/dx എന്ന് പറയുന്നത് നമ്മൾ മുന്നേ കണ്ടായിരുന്നു അല്ലേ, ഇംപ്ലിസിറ്റ് റെപ്രസെൻറ്റേഷൻ ആണിത്. സ്ട്രെയിറ്റ് ലൈനിൻ്റെ ഇംപ്ലിസിറ്റ് റെപ്രസെൻറ്റേഷൻ ആണ്. അപ്പോൾ അതിൻ്റെ ഡെറിവേറ്റീവ് കണ്ടു കഴിഞ്ഞാലും നമുക്ക് കണ്ടുപിടിക്കാം, അല്ലാതെ ഇങ്ങനെയും കണ്ടുപിടിക്കാം. അപ്പോൾ സ്ലോപ്പ് എന്ന് പറയുന്നത് c/a ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ഫൈൻഡ് ദ ഇക്വേഷൻ ഓഫ് ദ ടാൻജന്റ് ലൈൻ ടു ദ പാരാമെട്രിക് കർവ് x = t², y = t³ അറ്റ് t = 5. അപ്പോൾ നമ്മൾ സ്ലോപ്പ് കാണാൻ വരെ നമുക്കറിയാം. അപ്പോൾ അത് അത്രയും കണ്ടിട്ട് എന്ത് ചെയ്താൽ മതി, ഇക്വേഷൻ ഓഫ് ദ പാരാമെട്രിക് കർവ് കണ്ടുപിടിച്ചാൽ മതി അല്ലേ. അപ്പോൾ അത് ഇക്വേഷൻ ഓഫ് ദ ടാൻജന്റ് ലൈൻ കണ്ടുപിടിച്ചാൽ മതി. അപ്പോൾ സൊല്യൂഷൻ ചെയ്യും. ഇക്വേഷൻ ഓഫ് ദ ഗിവൺ പാരാമെട്രിക് കർവ് ഈസ് x = t², y = t³. dx/dt എന്ന് പറയുന്നത് എന്ത് വരും? therefore dx/dt = 2t. dy/dt = 3t². hence dy/dx എന്ന് പറയുന്നത് എന്ത് വരും? dy/dx = dy/dt / dx/dt വരും, which is equal to 3t²/2t. അപ്പോൾ അതിൽ t ഓരോന്ന് ക്യാൻസലായിപ്പോയി, ബാക്കി 3t/2. അപ്പോൾ ഇതാണ് നമുക്ക് ഇതിനെ സ്ലോപ്പായിട്ട് എഴുതാം. പിന്നെ നമുക്ക് ആ പോയിന്റിലുള്ള സ്ലോപ്പാണ് കണ്ടുപിടിക്കേണ്ടത്. therefore the slope of the tangent to the curve at t = 5. slope of the tangent to the curve at t = 5 is dy/dx at t = 5, which is equal to 3t/2 at t = 5. tക്ക് 5 കൊടുത്തു കഴിഞ്ഞാൽ 15/2. അപ്പോൾ നമുക്ക് സ്ലോപ്പ് കിട്ടി. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഇക്വേഷൻ ഓഫ് ദ ടാൻജന്റ് ലൈൻ. വെൻ t = 5, x എന്ന് പറയുന്നത് എന്ത് വരും? വെൻ t = 5, x = t² ആണ്. അപ്പോൾ എന്ത് വരും? 5² 25. ആൻഡ് y = 5ൻ്റെ ക്യൂബ് ആണ്, എന്ത് വരും? 125. അപ്പോൾ hence the required tangent line passes through the point 25, 125 and has the slope 15/2 Therefore, by point slope form, equation of the tangent is y minus y0 എന്ന് പറയുന്നത് ഇവിടെ 125. y minus 125 equal to slope 15/2 into x minus x0 എന്ന് പറയുന്നത് 25. That is, ഇതിനൊന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക, സിംപ്ലിഫൈ ചെയ്യുക. 2നെ അങ്ങോട്ട് കൊണ്ടേ മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പം എന്തൊരു 2y 125നെ ഞാൻ റൈറ്റിലേക്ക് എടുത്തു. 2y equal to ഇവിടെ 15x 15 into 25 ഉണ്ട്. അതുപോലെ മൈനസ് 125 അങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ നമുക്ക് എന്ത് വരും? അപ്പോൾ ഇവിടെ പ്ലസ് 125 വരും. അതിൻ്റെ കൂടെ മൈനസ് 15 into 25. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുക മൈനസ് 125 ആണ്. 15x മൈനസ് 125. ഇതിൽ നമുക്ക് കോമൺ ആയിട്ടുള്ള എടുത്തിട്ട് തമ്മിൽ ഡിഫറൻസ് കണ്ടാലും മതി. ഇതെന്ന് പറഞ്ഞാൽ 25 into 5 ആണ്. ഇതെന്ന് പറയുന്നത് 25 into 15 ആണ്. അപ്പോൾ 25 കോമൺ ആയിട്ട് എടുത്തു. 5 minus 15 എന്ന് പറയുമ്പോൾ എത്ര കിട്ടും? 5 minus 15 എന്ന് പറയുമ്പോൾ 10 കിട്ടും. നമ്മൾ ആ 2 കൂടെ ഇവിടെ മൾട്ടിപ്ലൈ ചെയ്തായിരുന്നല്ലോ അല്ലേ. അപ്പോൾ 2 into 125 ഉണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് 10 minus 15 കിട്ടും. 25 into 10 minus
15 ആയിട്ട് 10 മൈനസ് 15 എന്ന് പറയുമ്പോൾ -5 25 ഇൻറ്റു -5 എന്ന് പറഞ്ഞാൽ എത്രയാണ് -125 അങ്ങനെയാണ് നമുക്കത് കിട്ടുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ കാൽക്കുലേറ്ററിൽ ചെയ്ത് നോക്കുക കേട്ടോ. -125 ഇതൊന്ന് ജസ്റ്റ് സിംപ്ലിഫൈ ചെയ്യുക, എന്നിട്ട് വൈൻ്റെ ടൈമിലേക്ക് ഒരു ഇക്വേഷൻ ആക്കി മാറ്റിയാൽ മതി. അപ്പോൾ ഇതാണ് നമ്മുടെ ഇക്വേഷൻ ഓഫ് ദ ടാൻജൽ ലൈൻ എന്ന് പറയുന്നത്. നമുക്ക് ലാസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ കൂടെ ചെയ്യാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. കൺസിഡർ ദ പാരാമെട്രിക് y = t raised to 5 + 2t, x = 80. ഫൈൻഡ് ദ സ്ലോപ്പ് ഓഫ് ദ പാരാമെട്രിക് കർവ് അറ്റ് t = 1. Second one, what relationship between x and y is satisfied by the points on this curve? Third one, verify that dy by dx equal to dy by dt divided by dx by dt for this curve. അപ്പോൾ ഓരോ ക്വസ്റ്റ്യൻ ആയിട്ട് നമുക്ക് ചെയ്തു തുടങ്ങാം. ഫസ്റ്റ് എ പാർട്ട് ചെയ്യാനായിട്ട് അതിന് മുന്നേ ആയിട്ട് നമുക്ക് ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ കണ്ടുപിടിച്ചതിന് ശേഷം നമുക്ക് ഓരോന്നായിട്ട് ചെയ്യാം. അപ്പോൾ ഇത് ഇക്വേഷൻ ഓഫ് ദ പാരാമെട്രിക് കർവ് ഈസ് y equal to t raised to 5 plus 2t and x equal to 8t. അതിൽ നമ്മൾ dy by dt യും dx by dt യും കണ്ടുപിടിക്കുക. Therefore dy by dt equal to 5t raised to 4 plus 2. dx by dt equal to 8. Hence dy by dx equal to dy by dx എന്ന് പറയുന്നത് എന്ത് വരും? Hence dy by dx equal to dy by dx equal to dy by dt divided by dx by dt ആണ്. dy by dt എന്ന് പറയുന്നത് 5t⁴ plus 2 by 8. അതാണ് dy by dx എന്ന് പറഞ്ഞ് കിട്ടിയിട്ടുള്ളത്. ഇവിടെ t⁴ അല്ലായിരുന്നു കേട്ടോ, ക്വസ്റ്റ്യനിൽ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. t⁴ ആണ്. അപ്പോൾ ഇവിടെ ജസ്റ്റ് മാറ്റം വരും. 4t³ 4t³ plus 2 divided by 8. അപ്പോൾ ഇതിനെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് എഴുതി കഴിഞ്ഞാൽ t³ divided by 2 plus 1/4 എന്ന് എഴുതാം. അപ്പോൾ dy by dx കിട്ടി. അപ്പോൾ നമുക്ക് സ്ലോപ്പ് ഓഫ് ദ പാരാമെട്രിക് കർവ് ആണ് ഫസ്റ്റ് കണ്ടുപിടിക്കാനായിട്ടുള്ളത്. ഹെൻസ് എ പാർട്ട്, the slope of the given parametric curve at t equal to 1. t equal to 1 സ്ലോപ്പ് എന്ന് പറയുന്നത് എന്ത് കിട്ടും? dy by dx at t equal to 1 which is equal to t² by 2 at t equal to 1. നമ്മൾ ഗിവൺ കർവിൻ്റെ സ്ലോപ്പ് കണ്ടുപിടിച്ചത് എന്തായിരുന്നു? t³ divided by 2 plus 1/4 ആയിരുന്നു അല്ലേ? അപ്പോൾ അത് അറ്റ് t equal to 1 ആണ്. അപ്പോൾ നമ്മൾ 1 കൊടുത്തു കഴിഞ്ഞാൽ 1/2 plus 1/4 കിട്ടും. ടോട്ടൽ എത്ര കിട്ടും? 3/4 കിട്ടും. 3/4 ആണ് നമ്മുടെ ആൻസർ എന്ന് വരുന്നത്. സ്ലോപ്പ് ആയിട്ട് t equal to 1 എന്ന് പറയുന്നത് 3/4 ആണ്. ഇനി നമുക്ക് നെക്സ്റ്റ് കണ്ടുപിടിക്കാനുള്ളത് എന്താ? നെക്സ്റ്റ് കണ്ടുപിടിക്കാനുള്ളത് വാട്ട് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ എക്സ് ആൻഡ് വൈ ഈസ് സാറ്റിസ്ഫൈഡ് ബൈ ദ പോയിൻറ്റ്സ് ഓൺ ദിസ് കർവ്. അപ്പോൾ എക്സും വൈയും തമ്മിലുള്ള റിലേഷനാണ് കണ്ടുപിടിക്കുന്നത്. എക്സിൻ്റെ വൈൻ്റെ ഇക്വേഷൻസ് നമുക്കറിയാം. അപ്പോൾ എക്സും വൈയും തമ്മിലുള്ള റിലേഷൻ കണ്ടുപിടിക്കണം. അപ്പോൾ ഗിവൺ y equal to t raised to 4 plus 2t ആണ്. x equal to 8t ആണ്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് t എന്ന് പറയുന്നത് ഇവിടുന്ന് എക്സിൻ്റെ ടേമിൽ കണ്ടുപിടിക്കാമല്ലോ.
അപ്പോൾ therefore t equal to x by 8 എന്ന് കണ്ടുപിടിച്ചു. Substituting this equation, substituting the value of t in y, we get y equal to x power 8 whole power 4 plus 2 into x power 8 which is equal to ഇവിടെ x power 4 by 8 power 4 എന്ന് പറയുന്നത് 4096 ആണ്, പ്ലസ് ഇവിടെ 2 2 കട്ട് ചെയ്തു, ഇവിടെ 4 കിട്ടും, x by 4. അപ്പോൾ ഇതാണ് നമ്മൾ എക്സും വൈയും തമ്മിലുള്ള റിലേഷൻ കിട്ടിയിട്ടുള്ളത്. ഇപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ ഇതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്താലും നമുക്ക് എന്ത് കിട്ടണം? ഇപ്പോൾ നേരത്തെ കിട്ടിയ dy/dx തന്നെ കിട്ടണം. അതാണ് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുള്ളത്. സി എന്ന് പറയുന്നത് അപ്പോൾ ഈ റിലേഷനെ നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യും. ഡിഫറൻഷ്യേറ്റിംഗ് ദ റിലേഷൻ ബിറ്റ്വീൻ എക്സ് ആൻഡ് വൈ, then dy/dx equal to എന്താ കിട്ടും ഇവിടുന്ന്? ഇതിൻ്റെ ഡെറിവേറ്റീവ് 4x raised to 4ൻ്റെ ഡെറിവേറ്റീവ് 4x³ by 4096 പ്ലസ് x by 4ൻ്റെ ഡെറിവേറ്റീവ് 1/4. അപ്പോൾ dy/dx എന്ന് പറഞ്ഞാൽ ഇതാണ് കിട്ടിയത്. ഇനി എക്സിന് ടീൻ്റെ ടൈമിലാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് അല്ലേ? അപ്പോൾ പുട്ടിങ് x equal to x equal to 80 എന്ന് പറയുന്നത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ x equal to 80. അപ്പോൾ dy/dx എന്ന് പറയുന്നത് എന്ത് വരും? 4 into 80 whole cube divided by 4096 plus 1/4. ഇവിടെ 8 ക്യൂബ് വരും. ഇത് 8 power 4 ആണ്. അപ്പോൾ ഒരു 8 മാത്രമേ ഇവിടെ ഉണ്ടാവുള്ളൂ. അപ്പോൾ 4/8 പ്ലസ് 4t³ by 8 പ്ലസ് 1/4 എന്ന് കിട്ടും. അപ്പം അതിൽ നിന്ന് നമുക്ക് ഇവിടെ കട്ട് ചെയ്തെടുക്കാം. അപ്പം t³ ഡിവൈഡഡ് ബൈ 2 പ്ലസ് 1/4 എന്ന് കിട്ടി അല്ലേ? 2³ ഡിവൈഡഡ് ബൈ 2 പ്ലസ് 1/4. ഇത് തന്നെയല്ലേ നമുക്ക് dy/dx മുന്നേ കിട്ടിയിട്ടുള്ളത്? ഇത് തന്നെയാണ് നമുക്ക് മുന്നേ കിട്ടിയിട്ടുള്ളത്. which is equal to dy/dt divided by dx/dt എന്ന് നമുക്ക് എഴുതാം. അപ്പോൾ നമുക്ക് ആ റിലേഷൻ വെച്ചിട്ട് നമുക്ക് dy/dx എന്ന് പറയുന്നത് ഡയറക്റ്റ് കണ്ടുപിടിച്ചാലും ഇങ്ങനെ കണ്ടുപിടിച്ചാലും ഒരേ ആൻസറാണ് കിട്ടുകയെന്ന് മനസ്സിലാക്കാം. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ dy/dx കണ്ടുപിടിക്കുന്നത്. രണ്ട് രീതിയിൽ കണ്ടുപിടിക്കാം. എക്സും വൈയും തമ്മിലുള്ള റിലേഷൻ ഉണ്ടാക്കിയതിന് ശേഷം നമുക്ക് കണ്ടുപിടിക്കാം, അതിന് മുന്നേ കണ്ടുപിടിക്കാം. പിന്നെ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനുള്ള റിലേറ്റഡ് റേറ്റ്സ് എന്താണെന്ന്. റിലേറ്റഡ് റേറ്റ്സ് ഇതിന് റേഷ്യോ തന്നെയാണ് വരുന്നത്, അതിന് ശേഷമാണ് നമ്മൾ ആൻറ്റി ഡെറിവേറ്റീവ്സ് ഡിസ്ക്രൈബ് ചെയ്യാനായിട്ട് പോകുന്നത്. അതും കൂടെ കഴിഞ്ഞ് നമ്മുടെ ഈ ചാപ്റ്റർ കഴിയും. ആൻറ്റി ഡെറിവേറ്റീവ്സും റിലേറ്റഡ് റേറ്റ്സും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ചാപ്റ്റർ കഴിയും. പിന്നെ നമ്മൾ ഗ്രാഫിംഗ് ആണ് നമ്മൾ പഠിക്കാനായിട്ട് പോവുക.